ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപക്ഷം SITയുടെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി P. രാജി 24നോട്. ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണത്തിൽ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് അന്തിമമല്ല. അറസ്റ്റിലായവർ കുറ്റക്കാരാണോ അല്ലയോ എന്ന് സർക്കാർ പറയുന്നില്ല. ഹൈക്കോടതിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് പൂർണ്ണമായിട്ടും മേൽനോട്ടം വഹിക്കുന്നത്. ആ ഘട്ടത്തിൽ ഒരു വിജിലൻസ് കോടതിയുടെ വിധി ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന ഒരു കേസിൽ ഇന്നയാൾ നാളെ ആരാണെങ്കിലും ചിലർ പറയും തന്ത്രി ഇങ്ങനെ അല്ല, തന്ത്രിയല്ല, നാളെ വേറൊരാളുടെ ജാമ്യാപേക്ഷയിലും ജാമ്യം കൊടുക്കാതിരിക്കും ചെയ്യാം. കാരണം സ്വാഭാവിക ജാമ്യത്തിൻ്റെ ഉണ്ട്. ഹൈക്കോടതി പറയുന്നു കുറ്റപത്രം സമയത്തിനകത്ത് കൊടുക്കുമ്പോഴതിനേക്കാളും പ്രാധാന്യം ഈ കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് കുറ്റമറ്റ കുറ്റപത്രം നൽകുക എന്നുള്ളതാണ്. അതാണ് ഹൈക്കോടതിയുടെ പൊസിഷൻ. അപ്പോൾ ഞങ്ങളതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങളുടെ ഭാഗത്തില്ല അത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എന്നാൽ കീഴ്ക്കോടതിക്ക് പൊസിഷൻ എടുക്കാം. ഞങ്ങളുടെ പൊസിഷൻ ജാമ്യമാണ്, ബെയിലിസ്റ്റ് വെച്ചിട്ട് ഇത്ര ദിവസം കഴിഞ്ഞു, അതുകൊണ്ട് പൊതുവെ പണ്ടത്തെ വിധിന്യായങ്ങളനുസരിച്ച് കൊടുക്കാം, അവർക്ക് തീരുമാനിക്കാം. പക്ഷേ ഏത് പ്രതിയുടെ ആണെങ്കിലും അതിൻ്റെ ഒരു അവസാനത്തെ വിധി പോലെ ഉള്ളത്, പ്രത്യേകിച്ച് ഹൈക്കോടതി ഏറ്റവും കുറ്റമറ്റതാണ് എന്ന് പറയുന്ന അന്വേഷണത്തിൽ കീഴ്ക്കോടതി സാധാരണ അങ്ങനെ നടത്താറില്ല. വിജിലൻസ് കോടതി സുപ്രീം കോടതി അല്ലല്ലോ. ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താ? തന്ത്രി കുറ്റക്കാരനാണോ, അകത്ത് കിടക്കുന്ന ആരെങ്കിലും കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലെന്നോ ഞങ്ങൾക്ക് പറയാനില്ല. അല്ല, പക്ഷേ ഇന്നലെ MP ഗോവിന്ദൻ പറഞ്ഞത് പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. അല്ല, അതല്ല ഞാൻ പറഞ്ഞ കേസിന്റെ പൊതുവായ വശം പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.